പ്രൈസ് ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഒരു ദിവസം പകൽ ഏകദേശം 9-ാം മണി നേരത്ത് അവൻ ഒരു ദർശനം കണ്ടു. ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. കൊർന്നല്യോസ് താനും അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ദൂതൻ അവന് കൊടുത്ത മറുപടി, ഞാൻ നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു എന്ന സന്ദേശവുമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനുള്ളവരുടെ ദേശത്ത് അവശേഷിക്കപ്പെട്ട് തിരുവചനത്തെ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ തിരുവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചിന്തയ്ക്കായി നൽകിയതായ വചനത്തിൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു റോമാ പൗരൻ, ദൈവത്തെക്കുറിച്ച്, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. റോമ പൗരന്മാർ അന്നത്തെ കാലത്ത് റോമാക്കാർ ആരാധിച്ചു വന്നിരുന്നത് സൃഷ്ടികളെയാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയും അനേക ഭാവങ്ങളെയും അനേക രൂപങ്ങളെയും മനസ്സിൽ ഭാവിച്ചും കൊണ്ട് അവർ ധ്യാനിച്ചും കൊണ്ട് ആരാധന കഴിച്ചിരുന്നു, പൂജ കഴിച്ചിരുന്നു, പ്രാർത്ഥനകൾ കഴിച്ചിരുന്നു. എന്നാൽ കൊർന്നല്യോസിൽ ദൈവം കണ്ട ഒരു പ്രത്യേകത, അവൻ തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവഭയം ഉള്ള ഒരു ഭവനം, എപ്പോഴും പ്രാർത്ഥനയുണ്ടായിരുന്ന ഒരു വ്യക്തിപരമായ ജീവിതം. ഈ ദൈവഭയവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുടെ സ്വഭാവവും ദൈവം കണക്കിലെടുത്തും കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അവനെ സ്നേഹിച്ച് ക്രൂശിൻ്റെ സാക്ഷിയാക്കി അവനെ മാറ്റുവാൻ സ്വർഗത്തിന് പ്രസാദമായി. ദൈവം അവനോട് പറയുന്നതായ വാചകം, നീ ആരാകുന്നു കർത്താവേ? ഒരു പക്ഷെങ്കിൽ കൊർന്നല്യോസ് അന്ന് ആദ്യമായിട്ടായിരിക്കാം കർത്താവേ എന്നുള്ളതായ ഒരു വാക്ക് ഉച്ചരിച്ചത്. ആ വാക്കിന് മറുപടിയായി ദൂതൻ കൊടുക്കുന്ന മറുപടി, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധം ഇല്ലാതിരിക്കെ തന്നെ, ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു യഥാർത്ഥമായ ഒരു അറിവില്ലാതിരിക്കെ തന്നെ ദൈവം അവന് സാക്ഷി പറയുകയാണ്, അവനോട് മറുപടി പറയുകയാണ്, നിന്റെ അപേക്ഷയും നിന്റെ പ്രാർത്ഥനയും സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. അങ്ങനെ എത്തണമെങ്കിൽ ആ സ്വർഗത്തോളം അവൻ്റെ പ്രാർത്ഥനയെ എത്തിച്ചത് മറ്റൊന്നുമല്ല, അവനിലും അവൻ്റെ കുടുംബത്തിലും ഗ്രഹത്തിലും ഉണ്ടായിരുന്നതായ ദൈവത്തിൻ്റെ ഭയമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ഈ അധ്യായത്തിൻ്റെ തൊട്ടു മുമ്പുള്ളത് 9-ാം അധ്യായം നാം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ, ശൗൽ എന്ന് പറയുന്ന ആരോ യൗവനക്കാരൻ, ക്രിസ്ത്യാനി ആയിരുന്നില്ല. താൻ ഒരു ന്യായപ്രമാണ വിശ്വാസിയും കർശനമായി ന്യായപ്രമാണ ചട്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചു വന്നിരുന്നതായ ഒരു കുടുംബത്തിൽപ്പെട്ടതായ ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ, മാന്യൻ, ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിശ്വാസികളെയും കൊന്നൊടുക്കുവാനുള്ള അനുവാദപത്രവുമായി ദമസ്കോസിലേക്ക് യാത്ര ചെയ്തിരുന്ന ആ സമയത്ത് ദൈവം സന്ദർശിച്ചു. ഒരു അതുല്യമായ മനുഷ്യനിർമ്മിതമല്ലാത്തതായ ഒരു മഹാവെളിച്ചം ആ മനുഷ്യനെ ചുറ്റി മിന്നിയതായി നമുക്ക് കാണുവാൻ കഴിയും. പെട്ടെന്ന് ശൗലിന് മനസ്സിലായി, ഇത് മനുഷ്യനിർമ്മിതമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലായി. ശൗലേ ശൗലേ എന്നുള്ളതായ ദൈവവിളിയും കേട്ട ഉടനെ ശൗലിന് ഒരു കാര്യം മനസ്സിലായി, ജീവനുള്ള ദൈവം ഇന്ന് വാസ്തവമായി മനുഷ്യനോട് ഇടപെടുന്നു എന്ന് മനസ്സിലായി. ശൗലിൻ്റെ വായിൽ നിന്ന് ഉതിർന്ന വാചകം, നീ ആരാകുന്നു കർത്താവേ? ഒരു പക്ഷെങ്കിൽ അപ്പോഴും ശൗൽ അന്നായിരിക്കാം കർത്താവേ എന്നുള്ളതായ ഒരു വിളിയോടുകൂടെ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. കുറച്ച് പുറമോട്ട് പോയാൽ നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ജീവനുള്ള ഒരു ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവനായിരുന്നു. തേരഹ്, തൻ്റെ പിതാവായ തേരഹ്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവർ കൽദയ ദേശക്കാരാണ്, ഇസ്രായേലിയരല്ല, കൽദയ ദേശക്കാർ, ജാതികളിൽപ്പെട്ടവൻ. എന്നാൽ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നതായ കുടുംബത്തിൽപ്പെട്ട ആ മകൻ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ അപ്പൻ വിൽക്കുന്ന വിഗ്രഹത്തിലൊന്നും ദൈവമില്ല. ഭംഗിയും അനേക കലാരൂപങ്ങളും മാത്രമേ ഉള്ളൂ.
അതെല്ലാം വെറും ആ മണ്ണും തടിയും അല്ലെങ്കിൽ ലോഹങ്ങളുമാണെന്നുള്ളതായ വാസ്തവം അബ്രഹാമിന് അറിയാമായി. ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു ജീവനുള്ള ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ സാധിക്കുമോ എന്ന് അബ്രഹാം ജീവിതത്തിൽ ആഗ്രഹിച്ചു കാണും. അവൻ്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. വിശ്വാസികളുടെ പിതാവായി അവനെ മാറ്റിക്കൊണ്ട് ആ കൽദയ ദേശത്തു നിന്നും വിളിച്ചും കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്തിൻ്റെ അവകാശികളാക്കി അവനെ മാറ്റി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം ഒരു മന്ത്രവാദിയുടെ സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി. തൻ്റെ അപ്പൻ്റെ നിർബന്ധപ്രകാരം ഒരു കേൾവി കേട്ടതായ ഒരു മന്ത്രവാദിയുടെ ശിഷ്യത്വം ഏറ്റുകൊണ്ട് ഒരു മകൻ ജീവിതത്തിൽ മന്ത്രവാദിയായി ജീവിക്കുവാൻ ദുർഭാഗ്യവാനായ ഒരു മനുഷ്യൻ. അവൻ വളർന്ന് യൗവനക്കാരനായപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായി. ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായ മന്ത്രവാദം, ഓരോ ദിവസവും മന്ത്രവാദം ചെയ്ത് ചരടുകളും ലോഹങ്ങളും ആ തകിടുകളും ഒക്കെ അവൻ കൊടുക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു ചിന്ത, ദൈവമെന്നൊരു പറയുന്നതായ ഒരു വ്യക്തി അല്ലെങ്കിൽ അദൃശ്യനായ സർവശക്തനായ ഒരു ദൈവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൈവമേ, ഞാൻ ഈ കൊടുക്കുന്ന ഈ തകിടിൽ നിന്നും ചരടിൽ നിന്നും സാധുക്കളെയും നിരപരാധികളെയും ഉപദ്രവിക്കരുത്, അവർക്ക് ദോഷമായിട്ടൊന്നും ഭവിക്കരുത്. അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതായ ഈ ഉൾപ്രാർത്ഥന ദൈവം കണ്ടുകൊണ്ട് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ക്രൂശിൻ്റെ സാക്ഷിയാക്കി അവനെ മാറ്റുവാൻ സ്വർഗം പ്രസാദിച്ചു. അനേകരുടെ മുൻപിൽ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നമ്മൾ അനുവർത്തിച്ചു വരുന്നതായ ഉപദേശമോ ചൊല്ലുകളോ പാട്ടുകളോ സഭയോ തത്വമോ സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ സംഘടനകളോ ഒരു ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരമാകുന്നില്ല. നീ വാസ്തവമായി ദൈവഭയമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, പ്രാർത്ഥനയുടെ ഒരു സ്വഭാവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഏത് ജാതിക്കാരനാണെങ്കിലും നിൻ്റെ വിശ്വാസം ഏതാണെങ്കിലും ശരി, ആരാധനക്രമം എന്താണെങ്കിലും ശരി, അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ വിടുവിക്കുവാൻ വീണ്ടെടുക്കുവാൻ സ്വർഗം താണിറങ്ങി തൻ്റെ ദൂതനെ അയക്കും. നിന്റെ പേർ ചൊല്ലി അവൻ വിളിക്കും എന്നുള്ളതായ ഒരു സത്യമാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നത്. നോക്കൂ, പരമാർത്ഥമായ ഒരു ഹൃദയം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവഭയം ഉള്ളതായ ഒരു സമ്പ്രദായം നിനക്കും നിന്റെ സർവഗ്രഹത്തിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അപേക്ഷകളൊക്കെയും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ സ്വർഗത്തിലെത്തുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പക്ഷെങ്കിൽ നമ്മൾ പറയുമായിരിക്കാം, ഓ, അദ്ദേഹം വിശ്വാസിയല്ലല്ലോ, അദ്ദേഹം ക്രിസ്ത്യാനിയല്ലല്ലോ, അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ളതായ ഒരു പ്രധാനിയല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്, സ്വർഗത്തിലെത്തുന്നതൊക്കെ നമ്മൾ കുറ്റം വിധിച്ചേക്കാം. മനുഷ്യരെ വിധിക്കുന്നത് നമ്മുടെ പ്രമാണം കൊണ്ടാണ്, നമ്മുടെ ദൃഷ്ടി കൊണ്ടാണ്. എന്നാൽ നാം കാണാത്തതായ ഒരു ദൃഷ്ടി, ഒരു ദർശനം സ്വർഗത്തിന് മനുഷ്യരുടെ മേലുണ്ട്. അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുന്നതായ ദൈവഭയം, അവൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ അനുവർത്തിച്ചു വരുന്നതായ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം, സർവഗ്രഹത്തോടും കൂടെ. കൊർന്നല്യോസ് ഒരു ജാതിയിൽപ്പെട്ടവനായിരുന്നിട്ടും കൂടെ അവൻ അറിഞ്ഞ സത്യത്തിൽ കൂടെ സർവശക്തനായ ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ്റെ മുൻപിൽ അവനായി കാഴ്ചവെക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയം, അവനെക്കുറിച്ച് പറയുന്നത് അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടുകൂടെ നമ്മൾ ഭവനത്തിൽ വയ്ക്കുന്നതായ ആ അനുധാവനം ചെയ്യുന്നതായ സമ്പ്രദായം, സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു ഭയം നമ്മുടെ ഭവനത്തിൽ നാം അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ആ ഭവനത്തിൽ നിന്ന് ജാതി ഏതാണെങ്കിലും മതം ഏതാണെങ്കിലും വിശ്വാസം ഏതാണെങ്കിലും സംഘടനകൾ ഏതാണെങ്കിലും സഭ ഏതാണെങ്കിലും ആ ഭവനത്തിൽ നിന്ന് ക്രൂശിൻ്റെ സാക്ഷികളായി ഒരു വ്യക്തിയെ ആദ്യഫലമായി ഭവനത്തിൽ നിന്ന് ദൈവം തെരഞ്ഞെടുക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ ആ ദൈവം മുൻപാകെ അനുഭവത്തോടു കൂടി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മയും ധരിപ്പിക്കുന്നത് അതാണ്. ഒരു പക്ഷെങ്കിൽ നീ ഒരു വിശ്വാസിയായിരിക്കത്തില്ല, നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കത്തില്ല, പേര് കേട്ടതായ ഒരു പ്രവാചകനായിരിക്കത്തില്ല, ഒരു പൗരോഹിത്യത്തിൽ പോകുന്നവനായിരിക്കത്തില്ല, ഒരു ഉപദേശം നിനക്ക് നല്ലതായ ഒരു ഉപദേശത്തെക്കുറിച്ച് നിനക്കൊരു അറിവില്ലായി, സാരമില്ല. നിനക്കും നിൻ്റെ കുടുംബത്തിനും ഒരു ദൈവഭയമുള്ള ഒരു അന്തരീക്ഷം നിൻ്റെ ഭവനത്തിൽ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ നിൻ്റെ അപേക്ഷ സ്വർഗത്തോളം എത്തും. ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ അപേക്ഷകൾ കേട്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു ഉത്തരം സർവശക്തനായ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കും. നിന്നെ ക്രൂശിൻ്റെ സാക്ഷിയാക്കി മാറ്റുവാൻ സ്വർഗത്തിന് പ്രസാദമാകും. ഗോഡ് ബ്ലെസ് യു.